ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പെട്ടെന്നൊരു പ്ലാനിങ്ങും ഇല്ലാതെ അങ്ങനെ രാവിലെ തന്നെ പിള്ളേരൊക്കെ ആയിട്ട് ഇറങ്ങാണ് കേട്ടോ. ഇക്കാടെ വീട്ടിൽ നിന്ന് എല്ലാ മക്കളും ഓൾമോസ്റ്റ് എല്ലാ മക്കളും ഉണ്ട്, വരാത്തവരുണ്ട്, ചിലർക്ക് എക്സാമാണ്, ചിലരവിടെ ഇല്ല. ഉള്ള പിള്ളേരൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് ഡ്രീം വേൾഡിൽ വന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരു എക്സാം ടൈം ആയതുകൊണ്ട് തന്നെ പൊതുവെ ആളുകളൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. അത്യാവശ്യം 4-5 ഫാമിലി ഉള്ളൂ ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. ഇപ്പോൾ ഡെയിലി സ്പീച്ച് തെറാപ്പി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് സാറ്റർഡേ സൺഡേ മാത്രമാണ് ഒരു അവധി കിട്ടുന്നത്. ബാക്കി എല്ലാ ദിവസവും ഹാസിമിനെ കൊണ്ടുവരൽ നല്ലൊരു പണിയാണ് കേട്ടോ. അതെല്ലാം പാലാരിവട്ടം പോയി വരിക എന്ന് പറഞ്ഞാൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്ന സമയം 45 മിനിറ്റ്സ് ഉള്ളൂ. പക്ഷെ കാറിൽ അത്രയും ടൈമിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാറ്റർഡേ സൺഡേ ഞാൻ വീട്ടിൽ പോയി 2 ദിവസം നിൽക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിൽ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവരൊക്കെ ഫ്രീ ആണെങ്കിൽ ഒന്ന് പിള്ളേരെ ഒന്ന് കൂട്ടിയിട്ട് വിഗാലാൻഡോ എവിടെയെങ്കിലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എക്സാമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷെ വിളിച്ചു നോക്കിയപ്പോൾ ഇവരെയൊക്കെ കിട്ടിയിട്ടാണ്. എല്ലാ വീട്ടിൽ നിന്നും ഓരോ മക്കൾസൊക്കെ വെച്ചിട്ടുണ്ട്. മൊത്തം ഞങ്ങൾ 9 പേരുണ്ട്, എൻ്റെ ഉമ്മായും ഉണ്ട് കേട്ടോ. ഉമ്മ ആക്ച്വലി എവിടെ വിളിച്ചാലും വരാറില്ല കേട്ടോ, ഭയങ്കര മടിയാണ്. പക്ഷേ ഇത്തവണ ഞങ്ങൾ ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ എവിടെ വിളിച്ചാലും പേടിച്ചിട്ട് വരുന്നതാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ. അങ്ങനെ നമ്മുടെ അതിരപ്പള്ളിയിലേക്ക് പോണ വഴിക്കാണ് കേട്ടോ ഡ്രീം വേൾഡും അതേപോലെ സിൽവർ സ്റ്റോമും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ സ്നോ സ്റ്റോം ഉണ്ട്, ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി നല്ലതാണെന്ന് പറയണേ കേട്ടു. സിൽവർ സ്റ്റോമിലും ഉണ്ട്, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഡ്രീം വേൾഡിലാണെന്ന് ഇങ്ങനെ റിവ്യൂ കണ്ടു. അപ്പോൾ എന്തായാലും ഇവിടെ വരാമെന്ന് വിചാരിച്ചു. ഞാൻ 7th എന്തോ പഠിക്കണ സമയത്ത് ഇവിടെ വന്നതാണ് കേട്ടോ, ഒരു ഓർമ്മയൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ട്രെയിനിലാണ് കയറിയത്. ആ ട്രെയിനിൽ കയറുമ്പോൾ ഡ്രീം വേൾഡിൻ്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടും, എന്തൊക്കെ എവിടെയൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. വണ്ടർലയുടെ ഒരു പകുതി പോലും ഇല്ല കേട്ടോ, ഒരു 45 റേറ്റ്സ് ഒക്കെ ഉള്ളൂ മൊത്തത്തിൽ നമ്മൾ എണ്ണാണെങ്കിൽ. അത്രയും നടക്കാനും കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു ഏരിയയിൽ തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അങ്ങനെ ട്രെയിനിൽ കയറി ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് 3Dയുടെ ഒരു ഇതായിരുന്നു, അതിൽ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ വെള്ളമില്ലാത്ത ബാക്കിയുള്ള എല്ലാ റൈഡുകളിലും നമ്മൾ ഫുഡ് കഴിക്കുന്നതിനേക്കാളും മുമ്പ് അങ്ങനെ അങ്ങോട്ട് കവർ ചെയ്യുകയാണ് ചെയ്തത്. ഇത് കുഞ്ഞു കുട്ടികളുടെ മാത്രം, കിഡ്സിൻ്റെ മാത്രം, അവരുടെ കൂടെ ഞാൻ വെറുതെ കയറിയിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡും ലഞ്ചും കഴിഞ്ഞിട്ട് വേണം നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുമ്പുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 11:30 ഒക്കെ ആയി. ഇവിടം വരെ ഒരു 1.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായിട്ട് തന്നെ വിശക്കുന്നുണ്ട്. മാത്രമല്ല ഞാനൊരു കറങ്ങുന്ന റൈഡിലും കൂടി കയറിയപ്പോൾ തലയ്ക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നി. രാവിലെ ഫുഡും കാര്യങ്ങളൊന്നും മര്യാദക്ക് എനിക്ക് കഴിക്കാനും പറ്റിയില്ല. പെട്ടെന്നായിരുന്നു എല്ലാവരെയും കൂട്ടിയിട്ട് ഇറങ്ങാനുള്ളൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ. അങ്ങനെ പ്ലാൻ ചെയ്ത് 3 വീടുകളിലേക്കൊക്കെ അറിയിച്ച് മക്കളൊക്കെ എത്തി വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അതേപോലെ എല്ലാവരും കൂടി വണ്ടിയിൽ കയറാനും കുറച്ച് ടൈറ്റായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഡിക്കി ഉള്ളതുകൊണ്ട് 2 പേരെ അങ്ങനെ ഡിക്കിയിൽ ഇരുത്തിയിട്ടൊക്കെയാണ് ഞങ്ങൾ വന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡിക്കിയാണ് കേട്ടോ, പിള്ളേർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ മക്കൾക്കൊരു 10 ഇയേഴ്സിനകത്തുള്ള മക്കൾക്ക് അതിൻ്റെ അകത്ത് ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇതൊരു ഹൊററായിട്ടുള്ള ഒരു കേജാണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. എനിക്ക് പേടിക്കാനൊന്നും തോന്നിയില്ല, ശരിയാ വന്നത്. ഹാസിമിന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്നോ വേൾഡിലേക്കാണ് കേട്ടോ പോയത്. അതൊരു രക്ഷയുണ്ടായിരുന്നില്ല. സ്നോ സ്റ്റോം നല്ല അടിപൊളിയായിരുന്നു, നല്ല തണുപ്പാണ് കേട്ടോ. ഡ്രസ്സ്, സോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വലിയൊരു ഷൂ ഇടാൻ വേണ്ടിയിട്ട് അവർ തരും, വേറെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉമ്മാനെയും ഞാൻ നിർബന്ധിച്ച് ഷൂ ഒക്കെ ഇടിച്ചിട്ട് കയറ്റി. പക്ഷെ അകത്ത് വന്നപ്പോൾ ആൾക്ക് എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങണം, ഒട്ടും പറ്റണില്ല എന്നും പറഞ്ഞിട്ട് ഉമ്മ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തണുപ്പ് കുറച്ച് കൂടുതലാണെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രഷ് ആയിട്ടാണ്, കാരണം അന്ന് മഴ കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നല്ലൊരു തണുപ്പിലേക്ക് വന്നപ്പോൾ മനസ്സും ഒക്കെ ഭയങ്കര ഒരു റീഫ്രഷ്മെൻറ്റ് കിട്ടി ഇതിൻ്റെ അകത്ത്. ഇതേപോലെ വലിയ നല്ല സൗണ്ടിൽ പാട്ട് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. പിന്നെ ഒരുപാട് ഇതിൻ്റെ അകത്തും ചെറിയ ചെറിയ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിൽ ഏറ്റവും വർത്തായിട്ട് തോന്നിയത് ഈ ഒരു സ്നോ ഏരിയയാണ് കേട്ടോ, അടിപൊളിയായിരുന്നു. മക്കൾ അൽഹംദുലില്ലാ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. പണ്ട് ഞാൻ വീട്ടിലെ മക്കളൊക്കെ ആയിട്ട് വണ്ടർലയിൽ പോയിട്ടുണ്ട് കേട്ടോ. അന്നൊക്കെ ഭയങ്കര പാടായിരുന്നു, കാരണം ഇവരെല്ലാവരും ചെറുതാണ്. എല്ലാവരുടെയും ഡ്രസ്സ് മാറിക്കലും അവരുടെ വെള്ളത്തിലിറങ്ങിയിട്ടുള്ള ഡ്രസ്സുകൾ എടുത്തു വെക്കുക, അങ്ങനത്തെ കുറേ പരിപാടികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരോരുത്തരുടെയും ചെയ്തു വരുമ്പോൾ നമ്മൾ നല്ല ടയേർഡാവും. അത് മാത്രമല്ല, ഒരാൾ ഒരു റൈഡിലേക്ക് പോകുമ്പോൾ മറ്റേ ആൾ അടുത്ത റൈഡിലേക്ക് പോകും. പിന്നെ വെള്ളത്തിൻ്റെ അകത്ത് ആരൊക്കെ എവിടേക്കാണ് പോകണേന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് തന്നെ ടേക്ക് കെയർ ചെയ്യണം പിള്ളേരെ. പക്ഷേ ഇത്തവണ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ
ചെന്ന ഉടനെ തന്നെ അവിടുന്ന് ലോക്കർ എടുത്തു. എന്നിട്ട് പിള്ളേരെല്ലാവരും തനിയെ പോയി ഡ്രസ്സ് മാറി വെള്ളത്തിലൊക്കെ ഇറങ്ങാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി വന്നു. അവരുടെ ഡ്രസ്സ് അവരുടെ ബാഗിലേക്ക് മടക്കി വെച്ചു. ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട വന്നിട്ടില്ല. മാത്രമല്ല ഹാസിമിനെയും ഇവർ നന്നായിട്ട് നോക്കിക്കോളും. മക്കൾ കുറച്ച് വലുതായി കഴിഞ്ഞാലുള്ളൊരു ആശ്വാസം അതൊക്കെ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ എല്ലാവർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി അവിടെ ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, മീൽസ് അതൊക്കെയാണ് ഉണ്ടായത്. ഞങ്ങളെല്ലാവരും ഫ്രൈഡ് റൈസാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് തന്നെ സ്പ്ലാഷ് പൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പണ്ടും കയറിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു സംഭവം. നമ്മൾ ഒരു ചെറിയൊരു വണ്ടിയുടെ അകത്ത് ഇങ്ങനെ താഴേന്ന് കയറി 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 വന്നിട്ട് പിന്നെ ഒറ്റ ഒരു സ്പീഡിൽ വന്ന് വെള്ളത്തിലേക്ക് ചാടും. അവിടെ നിന്നാണ് ഞങ്ങൾ വെള്ളത്തിൽ കംപ്ലീറ്റ് നനഞ്ഞത് കേട്ടോ. നനഞ്ഞ് കുളിക്കും നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് വെള്ളത്തിലേക്ക് അങ്ങനെ ധൈര്യമായിട്ട് ഇറങ്ങാം. അവിടെ നിന്നാണ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പല പല ടൈപ്പ് പൂളുകൾ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് മാത്രം ഇറങ്ങാനുള്ളത്, ലേഡീസിന്, ഫാമിലിക്ക് സെപ്പറേറ്റ് അങ്ങനെ. പിന്നെ വെള്ളത്തിലേക്ക് വരുന്ന പല ടൈപ്പ് റൈഡുകളും കാര്യങ്ങളും, വാട്ടർ റൈഡുകൾ. പിന്നെ ഞാൻ ഏറ്റവും പേടിച്ചൊരു സംഭവം ഈ മാറ്റിൽ പോണ റൈഡാണ് കേട്ടോ. ഞാൻ പിള്ളേർ എന്നെ ഫോഴ്സ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയതാണ്. അപ്പോൾ ഹാസിമൊക്കെ കുട്ടികളുടെ പൂളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ അവിടെ ഉണ്ട്, അതേപോലെ ഹാറൂനും അവിടെ ഒന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സംഭവത്തിൽ കയറിയതാണ്. നന്നായിട്ട് പേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ പേടിച്ചു. പക്ഷെ അവർക്കൊന്നും തീരെ പേടിയില്ല കേട്ടോ. അവരൊരു 5 or 6 തവണ കയറിയിട്ടുണ്ടാവും. ആളില്ലാത്തതിൻ്റെ ഏറ്റവും ഒരു ഗുണം ഒന്നിലും ക്യൂ നിൽക്കേണ്ട വന്നില്ല. ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരു വാട്ടർ തീം പാർക്ക് തുറന്ന് തന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ വലിയൊരു അലാറം പോലത്തെ ഒരു സംഭവം കേട്ടു. അപ്പോഴാണ് വേവ് പൂള് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഓരോ 2-3 മണിക്കൂർ കൂടുമ്പോൾ ഒരു 15 മിനിറ്റാണ് കേട്ടോ ഈ ഒരു വേവ് ഇതിൽ കൂടെ വരുന്നത്. ആ സമയത്ത് അത്യാവശ്യം ഡ്രീം വേൾഡിലുള്ള എല്ലാവരും ഇവിടെ വന്നിട്ട് ഇതങ്ങനെ എൻജോയ് ചെയ്യാണ് ചെയ്തത്. നമ്മുടെ ബീച്ച് പോലെ തന്നെ വലിയ തിരയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും. നമുക്ക് വേണമെങ്കിൽ അറ്റത്ത് പോയി നിൽക്കാം. പിന്നെ അവിടെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർക്കൊന്നും ഒരുപാട് ദൂരേക്ക് പോകാൻ പാടില്ല. നല്ല തിരയായിരിക്കും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അവിടെ എൻജോയ് ചെയ്യാം കുറച്ച് നേരം. പിന്നെ അത് കഴിഞ്ഞ ഉടനെ റെയിൻ ഡാൻസ് ഉണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ. പിന്നെ അങ്ങോട്ടേക്ക് വന്നു. പിന്നെ അങ്ങനെ ഒരുപാട് റൈഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ വെള്ളത്തിൽ കൂടെ പല പല ട്യൂബുകളിൽ കൂടെ പോകുന്ന സംഭവങ്ങളാണ് കേട്ടോ. നമ്മളുടെ മാറ്റിൽ പോണതുണ്ട്, അതേപോലെ ട്യൂബിൽ പോകുന്നതുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഉണ്ടായിരുന്നു. പേടിക്കുന്നതും സിമ്പിളായിട്ടുള്ളതും 3 പേരിരുന്ന് പോണതുണ്ട്. പിന്നെ അവർ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റ് ഉള്ള ആളെയും പിന്നെ ഒരു വെയിറ്റ് കുറഞ്ഞ ആളെയും കൂടി ഒരുമിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇരുത്തിയിട്ട് വിടുന്നത്. അല്ലെങ്കിൽ അത് സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയണേ. അപ്പോൾ ഞങ്ങൾ 3 പേര് പോയത് നല്ല രസമായിരുന്നു കേട്ടോ. ഒരുപാട് പേടിക്കാനും ഇല്ല. നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കറങ്ങി 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 വലിയ ട്യൂബിൽ കൂടെ താഴെ വന്നൊരു പൂളിലേക്ക് വീഴും. ഇതൊരു ലോങ് ആയിട്ടുള്ള പൂളാണ്. നമുക്ക് വെറുതെ ഏതെങ്കിലും ഒരു ട്യൂബ് എടുത്തിട്ട് ഇരുന്നിട്ട് തന്നെ ആ ഒരു ഓളത്തിനനുസരിച്ച് ഇങ്ങനെ അതിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പോയി 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 അതിൻ്റെ ഒരു എൻഡ് ഉണ്ട്. ലാസ്റ്റ് ഒരു എൻഡിൽ കറങ്ങി ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പോരാറായപ്പോൾ പിന്നെയും വേവ് പൂൾ ഓപ്പണായി. അവിടെയും പോയി കളിച്ചു. ഒരു 5:30 ആയി കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ടയേർഡായി. പിന്നെ ഡ്രസ്സൊക്കെ മാറി എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പോരുന്ന വഴിക്കൊന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കയറിയതാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ചായ, ചിലർക്ക് ഹോർലിക്സ്, പിന്നെ നല്ല ഒരുപാട് സാൻഡ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ ക്രീം ബണ്ണ്, പലരും ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഞാൻ നേരെ നെടുവന്നൂർക്കാണ് കേട്ടോ പോണേ. അപ്പോൾ സാറ്റർഡേ സൺഡേ ഉമ്മാടൂടെ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറമ്പയത്തുനിന്ന് മക്കളെ എല്ലാവരെയും യൂബറിൽ കയറ്റി നമ്മുടെ കളമശ്ശേരിക്ക് വിട്ടു. ഹംദാനെ ഹാറൂനെയും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരാനായിരുന്നു പ്ലാന്. പക്ഷെ ഇക്ക പറഞ്ഞു അവരെയും കൂടി അങ്ങോട്ട് വിടാൻ പറഞ്ഞു. കാരണം പിറ്റേ ദിവസം സൺഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് അവിടെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് പിള്ളേരെന്തായാലും അങ്ങോട്ട് വിടാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ എല്ലാവരെയും കൂട്ടിയിട്ട് ഞാൻ യൂബറിന് വിട്ടു. മക്കളൊക്കെ അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഡ്രീം വേൾഡ് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.